ഈ ആയത്തിന്റെ പ്രത്യേകത നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഓതുമ്പോൾ അല്ലാഹു പറയാ, ഇത് എന്റെയും അടിമന്റെയും ഇടയിൽ കൂറാക്കപ്പെട്ട കാര്യമാണ്. പകുതി അടിമക്കുള്ളതാണ്, പകുതി അള്ളാഹ്ക്കുള്ളതാണ്. ഏതാണ് അള്ളാഹ്ക്കുള്ളത്? ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. അടിമക്കുള്ള ഏതാണ്? ഇയ്യാക, നിന്നോട് മാത്രം നസ്തഈൻ, ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എന്തുകൊണ്ട് അള്ളാഹനെ മാത്രം ആരാധിക്കുന്നത്? ആരാധന എന്നാൽ എന്താണ്? ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ വിനയത്തിന്റെയും വണക്കത്തിന്റെയും അങ്ങേ അറ്റമെന്ന അങ്ങേയറ്റത്തെ വണക്കം. അതാർക്കും മാത്രമാണ്? അല്ലാഹു തആലക്ക് മാത്രമാണ്. എന്തുകൊണ്ട്? നിയമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിയമത്ത് എന്താണ്? അതൊക്കെ അല്ലാഹ് എന്നതാണ്. ജീവൻ, അതുപോലെ തന്നെ സൃഷ്ടിക്കൽ, അത് മാത്രമല്ല പരിപാലിക്കൽ, ഇതൊക്കെ അല്ലാഹ് മാത്രമാണ്. സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ജീവൻ നിന്നും അല്ലാഹുവാണ്, നിലനിൽക്കുന്നതും പരിപാലിക്കുന്നതും അല്ലാഹുവാണ് എന്ന് മാത്രമല്ല, എല്ലാ നിയമത്തുകളും അല്ലാഹ് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹനെ മാത്രം എന്താക്കുന്നു? ആരാധിക്കുന്നു എന്ന്. പക്ഷെ ഇവിടെ മുഅ്മിനീങ്ങളെ, ഇബാദത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങേയറ്റത്തെ വണക്കുന്ന. ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പം അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ അള്ളാഹിന്റെ അടുത്തേക്ക് ഉണ്ടാവും നമുക്കൊരു പ്രതീക്ഷ കിട്ടും. ഒരു ഇബാദത്തായിട്ട് വരണമെങ്കിൽ അങ്ങേയറ്റത്തെ വണക്കായിട്ട് അങ്ങനെ പറയണം. അല്ലാതെ നമ്മളിങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ട് അല്ലാഹു തആല ഒട്ടും മനസ്സിലില്ലാതെ അങ്ങനെയൊന്നും പറയുമ്പോൾ ഇബാദത്ത് ആവൂല ശരിക്ക് എന്നുള്ളതാണ് അതിലുള്ള വലിയ പ്രശ്നമുള്ള സംഗതി. ഇതിൽ പറയുന്നുണ്ട്, അന്നൽ ഇസ്തിഗാല ബിൽ ഇബാദത്തി, ഇബാദത്ത് കൊണ്ട് ജോലിയാവൽ, ഇന്തികാലും മിൻ ആലമിൽ ഹുറൂറി, വഞ്ചനയുടെ ഈ ലോകത്തിൽ നിന്നുള്ള നീങ്ങലാണ്, ഇല ആലമി സുറൂറി, സുറൂറിന്റെ ലോകത്തെ. സുറൂറ സന്തോഷം. വമിനൽ ഇസ്തിഗാല ബിൽ ഖൽഖി, സൃഷ്ടികളെ കൊണ്ട് ജോലിയാവലിൽ നിന്ന് ഇല ഹദറത്തിൽ ഹഖ്, ഹഖ് തആലാന്റെ സാന്നിധ്യത്തിലേക്കുള്ള ഒരു നീങ്ങലാണ്. അതാണ് ഇബാദത്ത്. വദാലിക യുജിബു കമാലൽ ലദ്ദത്തി വൽ ബഹജത്തി, അത് പരിപൂർണമായ ആനന്ദവും രസമൊക്കെ ഉണ്ടാക്കി തരുന്ന സംഗതിയാണ്. കാരണം സൃഷ്ടികളൊക്കെ ആയിട്ട് വിട്ടിട്ട് സ്രഷ്ടാവായിട്ടുള്ള ബന്ധമാണ്. എന്നിട്ട് ഇതിൽ റാസി ഇമാം ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. വയുക്കാൻ അബി ഹനീഫത്ത് റളിയല്ലാഹു, അബു ഹനീഫ തങ്ങളെ തൊട്ട് ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, ഒരു ഇക്കായത്തുണ്ട്. എന്താണ്? അന്ന ഹയ്യത്തിന്, ഒരു പാമ്പ്, സഖത്തത്ത്, അത് വീണു, മിനസത്തഫി, മത്സും പുറത്തുനിന്ന് വീണു എന്നാണ്. നിസ്കരിക്കുന്ന ഇടയിലേ മാടിയം മോളിൽ നിന്നിട്ട് വീണൊരു പാമ്പ്. നാസു, ജനങ്ങളൊക്കെ ഓടി, പാമ്പൊരു ചാടിപ്പോ. എന്തെങ്കിലും തറാവീസ് മോളിൽ നിന്നൊരു പാമ്പൊരു ചാടി എന്താണ്? നമുക്ക് ഓടും വേണം, ഓടാ വേണ്ടത്. ഓടിയ നിസ്കാരം ബാത്തിലാവില്ല. അപ്പോ നേരെ കേക്കോട്ടേക്കാരോ ഓടൽ, നിസ്കാരം ഉണ്ടാവില്ല, ബാത്തിലാവൂല. അബൂ ഹനീഫ എന്തായില്ല, നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടെങ്കിൽ ദിവസം ഞാൻ പറയട്ടോ. എന്താ പുറത്ത് നിങ്ങൾക്കും സമയമില്ല, എനിക്കും സമയം കമ്മിയാണ്. അപ്പൊ അബൂ ഹനീഫ തങ്ങൾ എന്തായി? കാന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ബിസ്സലാത്തി, അബൂ ഹനീഫ നിസ്കാരം തന്നെയായി. ഒരേ യസൂറിയ, പാമ്പിന്റെ വീരനെ കൊണ്ട് ഇറങ്ങില്ല. എല്ലാരും ഓടി, എല്ലോ ആയി, മൂപ്പര് പാമ്പിനെ അറിഞ്ഞില്ല. അതെന്താ അറിയാൻ? ഹൽക്കിൽ നിന്നൊക്കെ വിട്ട് ഖാലിഖുമായിട്ടുള്ള ഇസ്തിഗാല ഉണ്ടായപ്പോ, ശരിക്കുള്ള ഇബാദത്തായപ്പോ ഉണ്ടായൊരു സംഗതിയാണ്. വേറെ സംഭവം തിരിക്കണ കേട്ടോ. വഖത്തിൽ ആക്കിലത്തുഹി വാലി അയലായി ഉർവത്ത് ബിൻ സുബൈർ, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഏതോ അവയവങ്ങൾക്ക് പുഴുവരിച്ചതാണ്. മുറിയൊക്കെ ഉണ്ടാകേണ്ടാകെ പുഴുവായി. അന വഹത്താജു ഇല കത്തി താലിക്കല്ലോ പോയി, ആ അവയവം മുറിക്കേണ്ട ആവശ്യം വരുന്നു. ഇന്നത്തെ കാലത്താണെങ്കിൽ ധരിപ്പിച്ചാണ്ടൊക്കെ മുറിക്കുമോ ചെയ്യുകയൊക്കെ ചെയ്യാം. അന്നതൊന്നുമില്ല. ഫലമ്മ സറാഫി സ്വലാത്തി, അദ്ദേഹം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോ ഖത്താവും മിന്നോ, അവർ അദ്ദേഹത്തിൽ നിന്ന് മുറിച്ചു, താലിക്കല്ലോ ആ അവയവം മുറിച്ചു മാറ്റിന. ആരെ? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, സ്വഹാബിയ. ഒരു നെസുർ ഉർവ, ഉർവത്തൊന്നും അറിഞ്ഞില്ല. ബിദാലിക്കൽ ഖത്തഈ, ആ മുറിക്കല് മൂപ്പർ അറിഞ്ഞ തന്നെ. ഇനി നിങ്ങൾക്ക് വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം.
ഇതൊക്കെ റാസിമോൻ പറയാണ്. ഇതാണ് ഇബാദത്ത് മുഅ്മിനീങ്ങളെ. ഒരുപാടുണ്ട് അനുഭവങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ അന്നഹു കാന ഹീന യസ്റഉ ഫി സ്വലാത്തി, നബിതങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാനു യസ്മൗന, ആളുകൾ കേൾക്കുമായിരുന്നു മിൻ സ്വദരിഹി, നബിയുടെ മാറുപിടത്തിൽ നിന്ന് അസീസൻ ക അസീസിൽ മിർജരി, വറച്ചട്ടിയുടെ ചീത് പോലത്തെ ശബ്ദം കേൾക്കുമായിരുന്നു. വറച്ചട്ടി ഇങ്ങനെ പൊരിച്ചുകൊണ്ടല്ല കരിഞ്ഞ് ചെയ്യുന്നൊരൊച്ച, അതുപോലത്തെ ഒരു ശബ്ദം കേൾക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഉമർ ഫാറൂഖ് തങ്ങൾ ഭാര്യനോട് ചോദിച്ചു, വീട്ടിൽ വന്നാൽ എങ്ങനെയായിരുന്നു ഒറ്റക്കൊമ്പത്തെ ഇബാദത്ത് രാത്രിയൊക്കെ? അപ്പൊ ഭാര്യ പറഞ്ഞു, അസ്മാ ബിന്തു ഉമൈസാൻ, അവർ പറഞ്ഞു, രാത്രി ഒരു അർദ്ധരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് വുളു ചെയ്ത് നിസ്കരിക്കാമോ, ആ നിസ്കാരത്തിൽ നിന്ന് പോയ കരയോ, സുജൂദിൽ കിടന്നൊക്കെ കരയും. അങ്ങനെ ആ നിസ്കാരം കഴിഞ്ഞാലേ കരള് ചുപ്പരും മണം ഞങ്ങൾക്ക് ആ റൂമിൽ ഉണ്ടാവുമായിരുന്നു എന്നാണ് ഭാര്യ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അവരുടെ ഉമ്മുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ബഹുമാനപ്പെട്ട റാസിമോൻ പറയാണ്, ഇതൊക്കെ ആർക്കെങ്കിലും അസംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇത്തരം ഒരു അനുഭവം ഇബാദത്തിന്റെ സമയത്ത് ഉണ്ടാകുക എന്നുള്ളത് ആർക്കെങ്കിലും അസംഭവ്യമായി തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ കൗലുണ്ട് ഖുർആനിൽ, അത് ഓതിയാൽ മതി. എന്താണത്? അക്ബറിനോ കത്താനായിരിക്കും. ആ പെണ്ണുങ്ങൾ യൂസുഫ് നബിനെ കണ്ടപ്പോൾ അവർ അവരുടെ കൈകൾ മുറിച്ചു കളഞ്ഞു. മനസ്സിലായോ എന്താ പറഞ്ഞത്? മിസ്രിലെ പെണ്ണുങ്ങളെ സലീഹ ബീവിയുടെ കുറ്റം പറഞ്ഞു. അപ്പൊ സലീഹ ബീവി ഒരു കിരിശ്രീ കൊടുക്കുകയാണ്. ഈ പെണ്ണുങ്ങളെ വിളിച്ചു, കത്തിയും കൊടുത്തു, ആപ്പിളും കൊടുത്തോണ്ട് യൂസുഫിനോട് എല്ലാം പോകാൻ പറഞ്ഞു. പോയപ്പോ ഇവരെ യൂസുഫിനെ നോക്കിയാണ്ട് കഴിച്ചാൻ എന്താക്കിയത്, സാപ്പെല്ലാം ടെസ്റ്റ്. എന്നിട്ട് റാസിമോൻ പറയാൻ, ഇന്ന നിസ്വത്ത, ആ പെണ്ണുങ്ങള് ലമ്മ വലബ അല കുലൂബിന്ന, അവരുടെ ഹൃദയത്തിൽ മികച്ചു വന്നപ്പോൾ, ജമാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യം മികച്ചു വന്നപ്പോൾ, വസലത്തു തിൽക്കൽ ഗൽബത്തു, ആ അവസ്ഥ എത്തിച്ചു, ഇലായക്കു കത്തേന ഐഡിയവുന്ന, അവരുടെ കൈകളെ മുറിക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തി. ഒലയിലൊന്നും മദ്യം പറന്നിട്ടേ ആകപ്പാടം കണ്ട് അശാരണ അറിഞ്ഞതേ ഇല്ല, കൈ മുറിച്ചിന്റെ കാര്യം അറിഞ്ഞതേ ഇല്ല. ജാസഹാദി ഹക്കിൽ ബഷരി, മനുഷ്യന്മാരുടെ കാര്യത്തിൽ തന്നെ ഇതൊക്കെ പറ്റുമെങ്കിൽ ഫലാഹി യജൂസ ഇന്ദ ഇസ്തിലായി അലമത്തില്ലാഹി അലൽ കൽബി, അള്ളാഹുവിന്റെ മഹത്വവും ഗാംഭീര്യമൊക്കെ പാടെ ഹൃദയത്തിലാണ് മികച്ചു വരുമ്പോ ഔല ഇതിലാറ് ബന്ധപ്പെട്ടതാണ്. യൂസുഫിനെക്കാട്ടിൽ, ആ യൂസുഫിന്റെ സൗന്ദര്യത്തിൽ മതി മറന്നു കൈ മികച്ചതിനെക്കാട്ടിലൊക്കെ മേലെയാണ് അള്ളാഹുവിന്റെ മഹത്വം ഹൃദയത്തിൽ ഇങ്ങോട്ട് വാണ്ടം വരത്ത് വന്നാൽ ഉണ്ടാകുന്നുള്ളത്. ഒരു ഇതിലിങ്ങനെ ആ ചർച്ച ഞാൻ തുടരുന്നുണ്ടോ മിനിങ്ങൾ? ഞാൻ വേണമെങ്കിൽ ഒറ്റ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. നാബുദു എന്നാണ് പറയുന്നത്, ഞങ്ങൾ ആരാധിക്കുന്നത്. ആരെയും ഞങ്ങൾ എന്നുള്ളൊരു ചർച്ച. ഞാൻ ആരാധിക്കുന്നു എന്നാ പറയാം. ഞാൻ ഒറ്റക്ക് ചിലപ്പോൾ നിസ്കരിക്കുമല്ലോ. ആരെയും ഞങ്ങള് അതിനെ സംബന്ധിച്ച് കേട്ടോളേ, ഒരുപാട് ചർച്ച ഇതിൽപ്പെട്ട ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുതരാം. മിന്ന, അതിൽപ്പെട്ടതാണ് മസലത്തു ഷറയ്യത്ത്, ഒരു ഷറിയ മസല. റാസിമോൻ പറയാം, ഇത് അന്ന റജല, ഒരാൾ ഇതാ വാമിന്നൊരു മറ്റൊരാൾക്ക് വിറ്റാൽ അസറത്ത് മിനൽ ലബീദി, 10 അടിമകളെ വിറ്റു. 10 അടിമകളെ. ഫുൾ മുസ്തരി, വാങ്ങിയ ആള് ഇമ്മായി അക്ബലൽ പുല്ല, ഒന്നിരിക്കൽ ഫുള്ളായിട്ട് വാങ്ങും. ഔല അക്ബല വായതിനാല് ഒറ്റവും വാങ്ങൂല. 10 അടിമ ഒന്നായിട്ട് വിറ്റാൽ നടണമെങ്കിൽ മതി, എട്ടണം വേണ്ടാതൊന്നും പറയില്ല. ഒന്നിച്ച് ഫുള്ളായിട്ടും വാങ്ങും, അതേ തീരെ വേണ്ടാതോ. അല്ലാതെ ലൈസലവുമായി ഒക്കബലൽ വയൽ, അതുപോലെ വയലിട്ടാണ്ട് വയലു ഒഴിവാക്കാൻ പറ്റില്ല എന്നാ. ഇത് മസലയാണ്. ഒരു ഇടപാടിനെ എന്താ ഇവിടെ തെബീലാക്കാൻ പാടില്ല, അതിന്റെ കുറച്ച് ശരി കുറച്ച് ബാത്തിലാക്കാൻ പാടില്ല എന്നാക്കിക്ക് എന്നെ മസല. ഇങ്ങനെ മസലുണ്ട്, അത് വെച്ചിട്ടാ പറഞ്ഞത്. 10 അടിമ ഒന്നിച്ച് ഇരിക്കുക, മണങ്ങി 10 കൊടുക്കുക, മണങ്ങി 8 മനസ്സിലായ മസല. മനസ്സിലെ നിങ്ങൾ വരി, നിങ്ങൾ ഈ നിസ്കാരത്തേക്ക് വരി. ഇത് പറഞ്ഞെന്താരോ ഫഹാക്കഥ ഹുന, ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇതാ കാലബദോ, ഒരടിമ പറഞ്ഞാൽ ഇയ്യാക്കൻ അബദോ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാലോ, പകത് അറളാല ഹലറത്തില്ലായി, അള്ളാന്റെ ഹലറത്തിലേക്ക് അവൻ സമർപ്പിച്ചു. ജമിയ ഇബാദത്തിൽ ആബിദീന, എല്ലാ ഇബാദത്തെടുക്കാനുള്ള ഇബാദത്തുമ്പോഴാണ്. എന്റെ മാത്രല്ല ഞങ്ങളാണ്. ഞങ്ങൾ തന്നെ ആരൊക്കെ പറയാൻ ഫലായക്കുനബി കറമേ. അപ്പൊ അള്ളാഹു തആലാന്റെ ഉദാരതയോട് ചേർന്നതല്ല ആ യുമൈസൽ ബയല അനൽ ബയല്, ചിലത് എടുത്ത് ചിലത് തള്ളുക എന്നുള്ളത് അള്ളാഹും പറ്റുക. കാരണം അള്ളാഹ് പ്രത്യേക ഉദാരമതിയാ.
ഇത് ചിലവരതൊക്കെ മതി, ചിലവരും പാണ്ടാണ് അല്ല പറയില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പൊ ഇമ്മയറുതൽക്കില്ല, ഒന്നിരിക്കലും അള്ളാഹുത്തല എല്ലാം ഇങ്ങോട്ട് തള്ളാട്ടെ. ഓരോ ചായതിനത് ഒരിക്കലും നടക്കൂല. എല്ലാ ഇബാദത്തും പാടെ ഒഴിവാക്കുക എന്നുള്ള ഒരിക്കലും ഉണ്ടാകും. എന്ന് പറയാം എന്നെ കൗരോ ഈയാക്കൻ ആബദോ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന വാക്കിലെ ദഹലബി ഇബാദത്തിൽ മലായിക്കത്തി, ഞങ്ങൾ തന്നെയും മരക്കോടും പെട്ടത്. അപ്പൊ ഇബാദത്തിൽ അമ്പിയാക്കന്മാർ ഇബാദത്തും പെട്ടു. വല്ല ഒരു ഔലിയാക്കന്മാരൊക്കെ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളെല്ലാം മുസ്ലിങ്ങളുടെ ഉള്ളാണ്. ഇതിനെപ്പറ്റി ബഹുമാനപ്പെട്ട കോട്ടുമുൽ ഉസ്താദ് കൊണ്ട് പട്ടിക്കാടുന്നൊരു ഉദാഹരണം പറഞ്ഞ എങ്ങനെയാണ്. അന്നത്തെ കാലത്തൊക്കെ ഈ നോട്ടിൽ കീറിയ നോട്ടും ഓട്ടോറിക്ഷ നോട്ടൊക്കെ ഉണ്ടാവും, നോട്ട്. അപ്പൊ അതൊന്നും അയ്യാതി ഒറ്റക്ക് കൊടുത്താൽ ആടുക്കില്ല, കൂട്ടത്തിലാവുമ്പോ. ഇപ്പൊ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇതിന് ഉസ്താദ് പറഞ്ഞ വേറെ ഉദാഹരണം, വെറ്റിലിന്റെ കെട്ടുണ്ടാവുമല്ലോ. ഇവിടെ വെറ്റിലല്ല, കോട്ടക്കൊക്കെ വെറ്റിലിനെ പിടിക്കാറാണ്. വെറ്റിലിങ്ങനെ കെട്ടി അതിൽ നല്ല നല്ല വെറ്റിന്റെ അടിയിൽ ഓരോന്ന് നല്ല വെക്കുമ്പോൾ അപ്പൊ നല്ലത് കൂട്ടത്തില് എന്നവർക്ക് ഈ സാധുവായ എൻ്റെ ഈ നിസ്കാരം എത്ര മോശപ്പെട്ടതാണെങ്കിലും വലിയ മലായിക്കതീങ്ങളും അമ്പിയക്കന്മാരും ഔലിയക്കന്മാരും ഓരത്തൊക്കെ ഉണ്ടല്ല, കൂട്ടത്തിലാണ് പഠിച്ചത്. ഞാൻ ഈ പറയുന്നത് അതിന്റെ പഠനമെന്ന് പറഞ്ഞതിന്റെ ഒരു കാര്യം. അങ്ങനെ വേറെയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്ന് തൽക്കാലം ഞാൻ എന്താക്കാണ് ഈ സസ്യർ നിർത്താൻ. വയ്യാക്ക നസ്തൈൻ എന്നുള്ള നമുക്കുള്ള കാര്യം നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഇന്നിപ്പോ ഇത്ര മതി. ഇൻഷാ അല്ലാഹ് കബൂൽ ചെയ്യട്ടെ.